ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 15,000 രൂപ താഴെ വരുന്ന ഒരു ഫോണാണ് റിയൽമി 10 5G. അത്യാവശ്യം നല്ലൊരു 5G ഫോണാണ്. 15,000 താഴെ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ റിയൽമി 11 5G ആണ്. സോ ഇത് ഏത് വിലയ്ക്ക് വരുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായാലും ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഒരു നല്ല ഫോണായിരിക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് റിയൽമി 11 5G. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കാണാം റിയൽമി 11 5Gയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഡയർ ടു ലീപ്പ് എന്ന് എഴുതിക്കൊണ്ടുള്ള ഒരു ചെറിയ ബോക്സ്. ഇതിനകത്ത് യൂഷ്വൽ ആയിട്ടുള്ള കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടോൾ, അത്രയും കാര്യങ്ങളാണ്. അത് മാറ്റി വെച്ചാൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ ഇവിടെ കാണാം, ഇതാണ് റിയൽമി 11 5Gയുടെ ഒരു ലുക്ക്. ആ വലിയ ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവിടെയും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മോശമൊന്നുമില്ല, നന്നായിട്ടുണ്ടല്ലേ. ഫോണിലേക്ക് കൂടുതലായിട്ട് വരാം. അതിനു മുമ്പ് ബോക്സിൽ 80 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ചാർജർ 80 വാട്ടിന്റെ ഉണ്ട്. ടൈപ്പ് സി കേബിളും ഉൾപ്പെടുന്നുണ്ട്. സോ അത്രയുമാണ് ബോക്സിൽ. നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി 11 5G. മൊത്തത്തിൽ ഒരു തിളക്കമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ നല്ല തിളക്കമാണ് കണ്ടോ. ഈ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. 8.05 mm ആണ് ഡെപ്ത് വരുന്നത്, അതായത് തിക്നെസ്. വെയിറ്റ് 190 ഗ്രാം ആണ് വരുന്നത്. ബോക്സി ടൈപ്പ് ആണ് ഫോൺ. അത്തരം ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വല്ലാണ്ട് ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആണ് കയ്യിൽ പിടിക്കാൻ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവർ പറയുന്നത് ഗ്ലോറി ഹാലോ ഡിസൈൻ എന്നാണ്. പ്രീമിയം ക്രാഫ്റ്റ്മാൻഷിപ്പ് പ്രോസസ് ഒക്കെയാണ് ഇത് ഈ ഒരു ഡിസൈന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രീമിയം വാച്ച് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്നാണ്. സോ സംഗതി എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 108 മെഗാ പിക്സലിന്റെയാണ് ഇതിൽ വരുന്ന മെയിൻ ക്യാമറ. അത്യാവശ്യം നല്ല ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഈ കാണുന്നതാണ് മെയിൻ ക്യാമറ ഇമേജുകൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തിരി കളർ കൂട്ടിക്കാണിക്കുന്ന ഒരു പരിപാടി ഇവർക്ക് പൊതുവേ ഉണ്ട്. പക്ഷേ എന്നാലും ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ബട്ട് ക്യാമറ തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. 3x ഇൻ സെൻസർ സൂം ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം കുറച്ച് സൂം ചെയ്തൊക്കെ ഇമേജസ് എടുത്താലും നന്നായിട്ട് കിട്ടുമെന്ന് സാരം. വീഡിയോസിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് കിട്ടുന്നുണ്ട്. ഡേ ലൈറ്റിലായാലും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലുള്ളൊരു വീഡിയോ ഉണ്ട്. ചെറിയൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4K കണ്ടില്ല കേട്ടോ, എങ്കിൽ പോലെ ഉള്ളത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇൻഡോർ ലൈറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വന്നാലും നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഡേ ലൈറ്റിൽ തന്നെ തരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. ഇൻഡോർ ലൈറ്റിംഗിലേക്ക് വരുമ്പോഴുള്ള വീഡിയോ ക്വാളിറ്റി സെൽഫി ക്യാമറയുടെ ഈ കാണുന്ന തരത്തിലാണ്. ഓവറോൾ ക്വാളിറ്റി നന്നായിട്ടുണ്ടല്ലേ. ഇനി ഇതിൽ അടുത്തതായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തോന്നുന്നത് 5000 mAh ബാറ്ററി. തീർച്ചയായിട്ടും നല്ലൊരു ബാറ്ററി ലൈഫ് തന്നു. ഈ ഒരു വിലയ്ക്കൊക്കെയാണ് വരുന്നെങ്കിൽ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായി. 50% ചാർജ് 17 മിനിറ്റ് കൊണ്ടാവും. 35.7% കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഫോണിനെ അപേക്ഷിച്ച് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും ചാർജിങ്ങിലൊന്നും ഇഷ്യൂ ഇല്ല, ബാറ്ററി ലൈഫും അടിപൊളിയാണ്. ഡയമൻസിറ്റി 6100+ പ്രോസസ്സറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സറുള്ള ഒരു ഫോൺ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതെന്തായാലും നൈസായിട്ടുള്ളൊരു പെർഫോമൻസ് തരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ സ്മൂത്ത് ആണ്. പിന്നെ കുറേ പരസ്യ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് കളയാം. ഇതെങ്ങനെ കളയാം എന്നുള്ളത് റിയൽമി 11 പ്രോയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഐക്കണിൽ കൊടുക്കാം. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്താൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ക്ലീൻ ചെയ്തെടുത്താൽ ഈ രീതിയിലേക്ക് വരും അതിൻ്റെ UI-യും ആപ്പ് ഇൻ്റർഫേസും ഒക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പായിട്ട് മാറ്റിയെടുക്കാം നമുക്ക്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു പോരായ്മ തന്നെയാണ്. കുറേ അധികം പരസ്യ ആപ്ലിക്കേഷനുകളുണ്ട്. റിയൽമി UI 4.0 ആണ്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുന്ന പോലെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ വിലയ്ക്ക് ഈ ഒരു പെർഫോമൻസ് ഗെയിമിങ്ങിനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ന്യായമായ ഡീസൻ്റ് ആയ ലെവലായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. സ്റ്റോറേജ് വേരിയന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 8GB RAM 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ 8GB RAM 256GB സ്റ്റോറേജും വരുന്നുണ്ട്. ഡൈനാമിക് റാം ഒക്കെ വരുന്നുണ്ട്. അതൊരു 8GB കൂടി ആഡ് ചെയ്യാം. സോ മൊത്തത്തിൽ 16GB റാമിന്റെ പെർഫോമൻസ് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തരും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ ഡൈനാമിക് അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ എന്നാണ് അവർ വിളിക്കുന്നത്. എന്തായാലും സ്മൂത്ത്നെസ്സിന് കുറവില്ല. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണ്. നെറ്റ്ഫ്ലിക്സിൽ HDR ഒക്കെ നോൺ ആണ് കാണിക്കുന്നത്. ബട്ട് എങ്കിൽ പോലും വേറെ വിഷയങ്ങളൊന്നുമില്ല. യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം. ഔട്ട്ഡോറിൽ ചെന്ന് നമ്മൾ കണ്ടന്റ് ഒക്കെ കണ്ടു നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. 550 nits ആണ് ഇതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് വരുന്നത്. ഔട്ട്ഡോറിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് ഇതിലൊന്നും വേറെ ഇഷ്യൂസ് കണ്ടില്ല. ഞാൻ കോളൊക്കെ ചെയ്ത് നോക്കി. 5G ബാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആവശ്യത്തിനുണ്ട്. സോ 5G ഫോൺ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ ഈ ഫോൺ വരുന്നത് 2 കളറിലാണ്. ഗ്ലോറി ഗോൾഡും ഗ്ലോറി ബ്ലാക്കും. എൻ്റെ കയ്യിലിരിക്കുന്നത് ഗ്ലോറി ഗോൾഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്ലാക്ക് വേരിയന്റും എടുക്കാവുന്നതാണ്. സോ മൊത്തത്തിൽ ഈ ഒരു ഡിവൈസിന്റെ ഡിസൈനും കാര്യങ്ങളും നന്നായിരിക്കുന്നു. പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല.
ഡിസ്പ്ലേ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടക്കം നല്ല ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയ സൗണ്ട് ഉണ്ട്, ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിങ് എല്ലാം തന്നെ ഡീസൻറ്റ് ലെവലിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് തോന്നുന്നത്. സോ അപ്പോൾ അതാണ് റിയൽമി 11 5G കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.